ഹലോ ഗൈസ്, നാളെ മെയ് 11 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗ് പോലെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. നാളെ എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ ജോലിയുണ്ട്. അപ്പം നമ്മൾ ഓർത്തു ഇന്ന് നമുക്ക് നൈറ്റ് ഫുഡൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. ആദ്യമേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മളിപ്പം ചെറിയ രീതിയിൽ എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഓർത്തു. കുറച്ച് പേരേ ഉള്ളൂ, കുറേ പേരൊന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ചെറിയൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് ഓർത്തു. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. ചിക്കൻ ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. നമ്മൾ സാധനങ്ങളൊക്കെ പോയി വാങ്ങി, പിന്നെ കേക്കും വാങ്ങിയത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു കേക്കാണ് കേട്ടോ വാങ്ങിയത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഫ്രോസൺ ആയിട്ട് കേക്ക് കിട്ടും. അപ്പോൾ അതാണ് വാങ്ങിയത്. ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ ഈ ഒരു പൂവ് വാങ്ങിയിട്ടോ. ഇത് വാങ്ങിയത് ഒരു ഫോട്ടോ പോലെ എടുക്കാൻ, ചുമ്മാ ബർത്ത്ഡേൻ്റെ സ്പെഷ്യൽ പോലെയെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഒരു പൂവ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം റെഡി ആവണം. ഇത് ഭാഗ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് പൂവും വാങ്ങിയിട്ട് നമ്മളിനി റെഡി ആയിട്ട് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വെളിയിൽ പോകാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. നമ്മളിതാ ഈ ലെഗ് പീസിൻ്റെ സെറ്റും പിന്നെ ഇതാ ഇങ്ങനത്തെ ചിക്കൻ പീസുമാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ തൊലി കളയാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മളെപ്പോഴും കൂടുതലും തൊലി കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ആദ്യമേ ഈ ഒരു സംഭവം കളഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുപോലെ ടിഷ്യൂ വെച്ച് വലിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കളയാൻ പറ്റും. തൊലി അങ്ങനെ ഇപ്പോൾ ഫ്രൈ ചെയ്യൊക്കെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ കറിയിലൊന്നും അത്ര ഒരു രസമില്ലത്. അപ്പോൾ അതുകൊണ്ട് തൊലി കളഞ്ഞാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പം ഇത് ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറിയിട്ട് റെഡി ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാൻ നിർത്തും. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാനത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമ്മാനം അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇപ്പം അങ്ങ് വന്നേ ഉള്ളൂ. അനഗാബി വന്നു എന്ന് ഓർത്ത് ഞാൻ വാതിൽ പോയി തുറന്നപ്പോൾ ഒരു ചേട്ടൻ കൊണ്ടുവന്നിട്ട് ഈ ഇത് കൂടെ തന്നു. നമുക്ക് പൊട്ടിച്ച് നോക്കാം. എന്തൊരു പെട്ടിയാ, വാച്ചാ. എവിടെ ഇതിന് തുറക്കാം. കാസിന്റെ വാച്ചാന്ന് തോന്നുന്നു. വാച്ച ഇത് പൊളിക്കട്ടെ. ബ്ലാക്ക് കളറിലെ വാച്ച്. എൻ്റെ ഓൾറെഡി ഭയങ്കര കുഞ്ഞ് മെലിഞ്ഞ കൈയായതുകൊണ്ട് എൻ്റെ ഇതിന് പാകമാവുന്ന ടൈപ്പ് ഡയലൊക്കെ ഭയങ്കര പാടാക്കി ഇട്ടാൻ. ഞാൻ ചെറിയ ചെറിയ വട്ടത്തിലുള്ള ഡയലാണ് കൂടുതൽ ഉപയോഗിക്കാറ്. പക്ഷെ ഇങ്ങനത്തെ ടൈപ്പ് അങ്ങനെ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ചേരുന്നുണ്ടല്ലേ, നല്ല രസമുണ്ട്. എൻ്റെ കൈക്ക് കറക്റ്റ് അത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലാണ്. പിന്നെ ഞാൻ ഓൾറെഡി കാസിയോൻ്റെ വാച്ച് വാങ്ങണം എന്ന് പറഞ്ഞ് കുറേ മാസം ഇങ്ങനെ പറയണേ വാങ്ങണം എന്ന്. ഇതായിരുന്നില്ല, പക്ഷെ വേറെ ഒരെണ്ണം. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ അവളിത് ഗിഫ്റ്റ് ചെയ്തെന്ന് തോന്നണം. ഇനിയിപ്പോൾ അവളെ വിളിച്ചും കാണിച്ചു കൊടുക്കണം. ഇത് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പോൾ അതും കൂടെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. അവളെ വിളിക്കട്ടെ. ഞങ്ങളപ്പോൾ റെഡി ആയിട്ട് ഫോട്ടോ കുറച്ചെടുക്കാമെന്നും പറഞ്ഞ് വെളി വന്നേക്കാം കേട്ടോ. എന്താ പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട്. വെയിലൊക്കെ കുറച്ച് പോയി, പക്ഷെ എന്നാലും ലൈറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് പോയി നോക്കാം. എന്താ പൂ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു വൈറ്റ് ടോപ്പാണ് ഇട്ടേക്കുന്നിട്ട്. ഇത് ഭാഗ്യൻ്റെ ടോപ്പാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നോക്കാം. എത്ര നേരം ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യാം. കറക്റ്റല്ലേ നോക്കിയാൽ മതി. എൻ്റെ പൊസിഷനെല്ലാം കറക്റ്റല്ലേ നോക്കിയാൽ മതി. ഫോട്ടോ
നമുക്ക് എഡിറ്റ് ചെയ്ത് കുത്തിക്കേറ്റാം. ഇതൊക്കെ കിട്ടിയല്ലേ കാണിക്കൂ. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് അതെന്താണ്? നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. ഞാൻ ഈ ക്ലിപ്പിന് ശേഷം ആ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഏതോ കാട്ടിൽ കൂടെയൊക്കെ നടക്കുന്നത്. നല്ല കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇരുടാവും. അപ്പോൾ നമ്മളിനി തിരിച്ച് പോയിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗാബി ഞാൻ അങ്ങനത്തെ birthday to you. Happy birthday to you. Happy എന്റെ ബർത്ത്ഡേ ഞാൻ എന്താ വീഡിയോ എടുത്തോണ്ടിരിക്കാം. birthday to you. Happy birthday to you. Happy birthday dear Chandru. Happy birthday to you. May God bless you dear. May God bless you dear. May God bless you dear Chandru. Happy birthday to you. മോനെ ചെന്ന് ഊതിയതല്ലേ എന്തായാലും. എടി മണ്ടത്തി ഊതിയിട്ടാണ് സാധനം. ഞാൻ തന്നെ അതിനും മറക്കാം. ഇപ്പൊ എന്നെ കുറ്റം പറയാൻ പറ്റുമോ? എല്ലാം ഭംഗിയായി നടന്നു. ഞാൻ ചെറിയെടുത്തോ കയ്യിലെല്ലാം ചാടിപ്പോയി. ചെറിയ തൊട്ടാ ഞാൻ തരാം. കയ്യിലൊക്കെ ക്രീം മാത്രമേ ഉള്ളൂ. ഹായ് നല്ല രസമാ. ഇത് പുറകിലോട്ടാക്കുവാ. അങ്ങനെ നമ്മുടെ കുഞ്ഞ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. സമയം ഇപ്പോൾ 2 മണിയായി. എല്ലാവരും പോയിട്ടോ. കുറേ പേർക്കൊക്കെ നാളെ ജോലിയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് നൈറ്റ് തന്നെ നമുക്ക് ജസ്റ്റ് എല്ലാവരും കൂടെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചത്. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ, ഭാഗ്യ, പിന്നെ റിൻഡ, പിന്നെ അനഘ, ചിനിമോൻ, ഇത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ പേര് ഈ സിറ്റിയിൽ നിന്നൊക്കെ പോയി. മുന്നേ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ വേറെ സ്ഥലത്തേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ച് പേരെ ആകെയുള്ളൂ. പിന്നെ പെട്ടെന്നിട്ട പ്ലാനാണ്. എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു ഓക്കെ ജസ്റ്റ് എല്ലാവരെയും വിളിക്കാം, ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം, അങ്ങനെ വിചാരിച്ച് പെട്ടെന്നിട്ട പ്ലാനാണ്. പിന്നെ ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. എനിക്ക് 1-2 ഫോട്ടോ ജസ്റ്റ് എടുക്കാം എന്നുണ്ടായിരുന്നു. അങ്ങനെ അതും പിന്നെ പെട്ടെന്ന് ഇട്ടതാണ്. ഇന്നങ്ങ് തീരുമാനിച്ചു ഓക്കെ ഇന്ന ഡ്രസ്സ് ഇടാം, ഇന്ന സ്ഥലത്ത് പോകാം, ഇന്ന രീതിയിൽ ഫോട്ടോ എടുക്കാം എന്നൊക്കെ ഇന്ന് പെട്ടെന്ന് പ്ലാൻ ഇട്ടു പോയി.
ഫോട്ടോ എടുത്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞൊരു വ്ളോഗാണ്, ചുമ്മാ ഒരു മെമ്മറിക്ക് ഇതിവിടെ കിടക്കട്ടെ എന്ന് ഓർത്തു. കുറേ വിശേഷങ്ങൾ കാര്യങ്ങളോ അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ഒരു നോർമൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഷോപ്പിംഗ് ചെയ്ത് വന്നു, ഫുഡൊക്കെ ഉണ്ടാക്കി ഫോട്ടോ ഒക്കെ എടുത്തു, ഫുഡൊക്കെ കഴിച്ചു, കേക്ക് മുറിച്ചു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൂ, ചെറിയൊരു പാർട്ടി പോലെ. ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഉള്ളപ്പം നല്ല രസമല്ലേ. അങ്ങനെ പിന്നെ എനിക്ക് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ടീയും കോഫിയും കുടിക്കാൻ പറ്റിയൊരു കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ കപ്പുകളൊക്കെ യൂസ് ചെയ്യട്ടോ. കാരണം നമ്മൾ വിൻ്റർ ടൈമിലൊക്കെ ഏർലി മോർണിംഗ് ഒക്കെ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ചൂടുവെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഫിയോ ടീയോ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ചെറിയ അങ്ങനത്തെ കുപ്പിയൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ വലിയ മഗ് ഞാനങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഓൾറെഡി എനിക്ക് വാച്ച് തന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതാ ഈ ഒരു വാച്ച്. കാസ്റ്റോൻ്റെ വാച്ച് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഈ ഒരു മോഡലായിരുന്നില്ല, പക്ഷെ ഒരെണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം മേ ബി അവളത് ഗിഫ്റ്റ് ചെയ്തെന്ന് തോന്നണം. കാഷ്വലായിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ബ്ലാക്ക് തന്നെ നോക്കി തന്നത്. അപ്പോൾ ഇത് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ എത്തി കേട്ടോ. ആമസോണൊക്കെ ഇവിടെ പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവൾ വേഗം അയച്ച് വേഗം തന്നെ കിട്ടി. പിന്നെ ഇതാ ഈ ഒരു പെർഫ്യൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് പെർഫ്യൂമാണ് കേട്ടോ, പക്ഷെ നല്ല സ്മെല്ലാണ്. എനിക്കങ്ങനെ എല്ലാ പെർഫ്യൂമും ഇഷ്ടപ്പെടാറില്ല. എനിക്കങ്ങനെ ഭയങ്കര കുത്തുന്ന മണമൊന്നും ഇഷ്ടമല്ല, അങ്ങനത്തെ മണമൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാ ഇത്രയേ ഉള്ളൂ, കണ്ട ചെറിയ ബോട്ടിലാണ്, നല്ല ഭംഗിയുള്ള ബോട്ടിലാണ്, കണ്ട നല്ല സ്മെല്ലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സ്മെല്ലാണ്. അത് കിട്ടി. പിന്നെ എനിക്ക് ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ബുക്കുകൾ. ഇങ്ങനെ ഡയറിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഭംഗിയുള്ള ബുക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൻ്റെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി ഡയറീസും ബുക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഡയറി എഴുത്ത് എനിക്കില്ല, പക്ഷെ അതിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ട ഹാങ് ഓൺ ടു യുവർ ഡ്രീം എന്നും പറഞ്ഞതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വാചകവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ട ചുമ്മാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബുക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പേന കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തന്നാട്ടോ അത് ഒരു പേന, ഹാരി പോട്ടറിൻ്റെ പേന. ഈ ഒരു പേനയുണ്ട്. പിന്നെ കുറേ മുട്ടായി കേട്ടോ. ഇതിൻ്റെ അകത്തുണ്ട്, ഇങ്ങനെ കവറിൻ്റെ അകത്ത് കിടപ്പുണ്ട് മുട്ടായികൾ. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നാളെയാണ് ശരിക്കും ബർത്ത്ഡേ. അവൾ തലേന്ന് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം നാളെ സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാം. വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വേറെ റഷോ കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ ഇരിക്കുക, പണിയൊന്നുമില്ല. അപ്പോൾ ചുമ്മാ റെസ്റ്റ് എടുക്കുക. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണം, ഇന്നെടുത്തതൊക്കെ. പിന്നെ ഒരു കുഞ്ഞു റീലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ രസത്തിന് ഓർമ്മയ്ക്ക് വേണ്ടി ചുമ്മാ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ബർത്ത്ഡേ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നാളെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് വ്ളോഗായിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം പുതിയ വീഡിയോസ് ഞാൻ വേഗം മാക്സിമം ഇനിയും അടിപിടിക്കാതെ ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നൊക്കെ ഉണ്ട്. പിന്നെ കമൻറ്റിലും കാര്യങ്ങളിലൊക്കെ പറയുക എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണമെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഉടനെ തന്നെ ഞാനത് വേഗം എഡിറ്റ് ചെയ്തിടാം. എഡിറ്റ് ചെയ്യാനുള്ള സാവകാശമാണ് കിട്ടാത്തത്. വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പെട്ടെന്ന് എടുത്തും കഴിയും, പ്രിപ്പയർ ചെയ്തും പെട്ടെന്ന് കഴിയും. പക്ഷെ എഡിറ്റ് ചെയ്യൽ കുറച്ച് മടിയുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് അത്രയും അങ്ങ് വശമില്ലാത്ത കാര്യമാണ്. എനിക്ക് അറിയുന്ന രീതിയിൽ ചെറിയൊരു എഡിറ്റിങ്ങൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ആകെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാമല്ലോ അത്. അപ്പോൾ അതാണ് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ്, എഡിറ്റ് ചെയ്ത് ഇതിനൊരു ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.